നമ്മുടെ ഞരമ്പുകൾക്ക് രോഗമുള്ളവർ ഇവിടെ ഫാസ്റ്റിംഗ് എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് വളരെ സെൻസിറ്റീവായിട്ടാണ് പ്രതികരിക്കുക. ഒന്ന് ഷുഗർ കുറഞ്ഞു പോയാൽ, നിർജ്ജലീകരണം സംഭവിച്ചാൽ, ഉറക്കമില്ലെങ്കിലൊക്കെ തലച്ചോറ് വളരെ അപകടകരമായ രീതിയിൽ പ്രതികരിക്കും. അപ്പം ഈ നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിൽ അപകടകരമായ റിസ്ക് ഉള്ളവർ? ഒന്ന് അപസ്മാര രോഗമുള്ളവർ, സ്ട്രോക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഉള്ളവർ, മൈഗ്രെയിൻ ഉള്ളവർ. പിന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? നിയന്ത്രിക്കപ്പെടാത്ത അപസ്മാര രോഗമുള്ളവർ, ഈ അടുത്ത കാലത്തായിട്ട് സ്ട്രോക്ക് ഉണ്ടായവർ, അവരൊക്കെ എന്താക്കണം? ഫാസ്റ്റിംഗ് ഒഴിവാക്കേണ്ടതുണ്ട്, നോമ്പെടുക്കാൻ പാടില്ല. ഈ അപസ്മാരത്തിനൊക്കെ പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്നവർ ഈ മരുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും അപസ്മാരം വരാനുള്ള സാധ്യതയും ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ അപകടകരമായ ലക്ഷണങ്ങളാണ്? ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് മുറിക്കണം, മെഡിക്കൽ എമർജൻസിയാണ്. വളരെ കൺഫ്യൂഷൻ ആവുന്നൊരു സ്റ്റേറ്റ്, അപസ്മാരം, പിന്നെ പെട്ടെന്ന് തന്നെ ശരീരം വീക്കായി പോകുന്നൊരു സാഹചര്യം, അത് മെഡിക്കൽ എമർജൻസികളാണ്.